നമസ്കാരം. പതിരും കതിരും. തമ്മിൽ തീണ്ടാത്തവയെ പല പല കള്ളിയിൽ വെച്ചു ദൈവമെന്ന് കവി പാടിയതുപോലെ തമ്മിൽ ചേരാത്ത രാഷ്ട്രീയ നേതാക്കളെ ചാനൽ ഫ്ലോറിലിരുത്തി തമ്മിൽ തല്ലിക്കുന്ന ഒരു പരിപാടിയുണ്ട് ചാനലുകൾക്ക്. അവർ തൊടുത്തുവിടുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാൻ അണികൾക്ക് വല്ലാത്തൊരു ഹരമാണ്. വെറിമൂത്താൽ തെറിമൂക്കുമെന്ന മട്ടിൽ അന്തിച്ചർച്ചയുടെ സമാപനമെല്ലാം തെറിയിലും തന്തയ്ക്ക് വിളിയിലും അവസാനിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഏറ്റവും കൂടുതൽ പേരെ തന്തയ്ക്ക് വിളിക്കുകയും എടാപോടാ വിളിക്കുകയും ചെയ്തിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല മുതൽ അന്തിച്ചർച്ചകൾക്കെല്ലാം ഒടുവിൽ രക്തം വാർന്ന് തളർന്നു വീഴുന്ന അരുൺകുമാർ വരെ ഓണം ആഘോഷിക്കാൻ ഒരു ചാനൽ ഫ്ലോറിൽ ഒത്തുകൂടുന്നത് പ്രേക്ഷകർക്ക് തീർച്ചയായും കൗതുകമുണ്ടാക്കും. വാഴക്കുല ഡോക്ടറേറ്റ് എന്ന പരിഹാസമേറ്റ ചിന്താ ജെറോം മുതൽ വ്യാജൻ മാങ്കൂട്ടം എന്ന് ആക്ഷേപിക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടം വരെയുള്ളവരും യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയുള്ള രക്ഷാപ്രവർത്തനത്തിന് കാർമ്മികത്വം നൽകിയ വസീഫും സനോജും ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു ചർച്ചയിൽ. സകല ചർച്ചകളിലും കലിതുള്ളി മുഖപ്രസാദം ഒട്ടുമില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന സജീഷാണ് ശരിക്കും ഞെട്ടിച്ചത്. ഓണത്തിൻ്റെ സകല പ്രശാന്തതയും ആ മുഖത്ത് കളിയാടുന്നുണ്ടായിരുന്നു. എന്തൊരു പക്വത, എന്തൊരു പാകത! കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ചാമക്കാലയുമായി ഏറ്റുമുട്ടി ചൂടൻ തെറികളും വെല്ലുവിളിയുമായി പോയ ബി ഗോപാലകൃഷ്ണൻ അതാ ചാമക്കാലയുടെ തൊട്ട് മുമ്പിലിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ ഓണത്തല്ല് എന്ന ഓണപ്പരിപാടിയിലാണ് ഒരാണ്ടത്തെ രാഷ്ട്രീയ ശത്രുതകളെല്ലാം മറന്ന് അവർ ഒത്തുകൂടിയത്. അരുൺകുമാർ ആയിരുന്നു ഈ പരിപാടിയുടെ അവതാരകൻ. ചാനൽ സ്റ്റുഡിയോകളിൽ വന്നിരുന്ന് പാവം പിടിച്ച അണികളെ പ്രകോപിപ്പിച്ച് ഇളക്കി വിടുന്നവർ നിത്യജീവിതത്തിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണത്രേ. ഹാവു സമാധാനമായി. ഈ ചർച്ചയിൽ കേട്ട കൗതുകകരമായ ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണത്രേ. യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ അതൊരു ട്രോളായിരുന്നുവെന്ന് പറഞ്ഞ് രാഹുൽ ഒഴിയാൻ നോക്കിയിട്ടും ചിന്ത പറയുന്നു അത് ട്രോളൊന്നും ആയിരുന്നില്ല. എന്നെ ഒരുപാട് പേർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരാൾ മാത്രമാണ് രാഹുൽ എന്നും ചിന്ത പറയുന്നു. അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ ആലോചന മുറുക്കാൻ ശ്രമിച്ചപ്പോൾ ചിന്താ ജെറോം പ്രത്യയശാസ്ത്രപരമായി നോ പറഞ്ഞു. എന്നാൽ കല്യാണം നമുക്ക് കർണാടകയിൽ വെച്ച് നടത്താം, അവിടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമില്ലെന്നായി ബി ഗോപാലകൃഷ്ണൻ. എന്നിട്ടും ആലോചനകളൊന്നും മുറുകുന്നില്ല. അത് പക്ഷേ നമ്മുടെ വിഷയമല്ല. അതിലും ഞെട്ടിക്കുന്ന ഒന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചിന്ത ചർച്ചയ്ക്ക് വന്നത് ചാമക്കാലയുടെ കാറിലായിരുന്നു. സിൻഡിക്കേറ്റിൽ ഒന്നിച്ചു പ്രവർത്തിച്ച കാലത്തെ സ്നേഹബന്ധങ്ങൾ പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിറയും. ഈ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ വളരെ നല്ലതാണ്. ഓണസദ്യയ്ക്ക് ഒത്തുകൂടുമ്പോൾ മാത്രം പോരാ, ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോഴും ഈ രാഷ്ട്രീയ മര്യാദകൾ നിങ്ങൾ കാണിക്കണം. നേന്ത്രക്ക ഉപ്പേര് തിന്ന് കോന്ത്രപ്പല്ലൊക്കെ കൊഴിഞ്ഞുപോയി എന്ന് കുഞ്ഞുണ്ണിമാഷ് പാടിയതുപോലെ കളിയടയ്ക്ക കടിച്ചു പല്ലുപോയ കുട്ടിയുടെ അവസ്ഥയിലായി ഈ പരിപാടിയിലും കെ അരുൺകുമാറിൻ്റെ അവസ്ഥ. ജയിലുകളിൽ ലഭിക്കുന്ന നോൺ വെജ് വിഭവങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ട് കെ അരുൺകുമാർ പറഞ്ഞത് ജയിലുകളെ ഇടതുപക്ഷ ഗവൺമെൻറ് വല്ലാതെ അങ്ങ് മാറ്റിമറിച്ചു എന്നായിരുന്നു. അവിടെ ചെല്ലുന്നവർക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ലത്രേ. ഇതിന് ചാമക്കാല നൽകിയ മറുപടിയാണ് കേമം. അതിന് കാരണമുണ്ട്. ഇപ്പോൾ ജയിലുകളിലെ മെനു തീരുമാനിക്കുന്നത് കൊടിസുനിയും കിർമാണി മനോജുമാണ്. ഓണച്ചർച്ചയിൽ പോലും തേയാൻ വിധിക്കപ്പെട്ട പാർട്ടി ഭക്തിയാണ് ഈ കെ അരുൺകുമാറിൻ്റേത്. എന്തിനും കയറി തെറിക്കുന്ന ആർഷോ ഒക്കെ അടങ്ങി മര്യാദയ്ക്കിരുന്ന് രാഷ്ട്രീയ ശത്രുക്കളുടെ വാക്കുകൾക്ക് കാതു കൊടുക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. ഈ ചർച്ചയിൽ കെ അനിൽകുമാറിനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ആ പാവത്തിൻ്റെയും പേരുദോഷം സ്വല്പം കുറഞ്ഞു കിട്ടിയേനെ. ഓണത്തല്ലിൽ ഒരുപാട് മിസ്സായ ഒരാളുണ്ട്, ജെയ്ക് സി തോമസ്. ചർച്ചയുടെ ഒരു കോണിക്ക് ജയിക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓണസദ്യയ്ക്ക് അവസാനം ഒരു ചെറുപഴം കഴിക്കുന്ന സുഖം വന്നേനെ. ഇവിടെ പങ്കെടുത്തത് ചാനൽ ചർച്ചയിലെ സ്റ്റാറുകളാണെങ്കിൽ ഇനി നമുക്ക് ഇടത് സഹന്മാരെ ഉൾപ്പെടുത്തി ഒരു ചർച്ച കൂടി നടത്തണം. 28ാം ഓണത്തിനായാലും മതി, കാരണം അവർക്ക് തിരക്കില്ല. അഡ്വക്കേറ്റ് പ്രിജി, റെജി ലൂക്കോസ്, മുസ്തഫ, ആയൂർ ബിജു, ഡോക്ടർ ബി ജയരാജ് എന്നിവർ വന്നാൽ ഗംഭീരമായിരിക്കും. എന്നാൽ വലതു സഹന്മാർ തീരെ കുറവാണ്. ഇപ്പോഴവരുടെ കുറവ് നികത്താൻ അഡ്വക്കേറ്റ് ജയശങ്കർ മുതൽ NM പിയേഴ്സൺ വരെയും ഉമേഷ് ബാബു KC മുതൽ ജോസഫ് C മാത്യു വരെയുമുണ്ട്. അവരാരും ഈ ഇടത് സഹയാത്രികരോട് ഏറ്റുമുട്ടാൻ വരില്ല, കാരണം അവരുടെ നിലവാരം വളരെ മുകളിലാണ്.
BJPക്ക് വേണ്ടി ചാനലുകളിൽ ഹാജരായ സന്ദീപ് വാര്യരെയും B ഗോപാലകൃഷ്ണനെയും ഏറ്റവും ഒടുവിൽ യുവരാജ് ഗോകുലിനെയും വരെ എടാ പോടാ വിളിച്ച് വീട്ടുകാരെ വരെ പള്ളു പറഞ്ഞ ചാമക്കാല ഈ പരിപാടിയിലൂടെയെങ്കിലും വീട്ടിലിരിക്കുന്നവരെ തെറി പറയുന്ന പരിപാടി നിർത്തണം. ഇങ്ങനെ ഒരു ചർച്ചയിൽ ഒന്നിച്ചുകൂടി സൗഹൃദം പങ്കിട്ട യുവ നേതാക്കൾ എന്തുകൊണ്ടാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഒന്നിച്ചു നിന്നൊരു സെൽഫി എടുക്കാതിരുന്നത്? ഇത് ഓണമുണ്ണാനുള്ള സൗഹൃദം, അത് ആളെ പിടിക്കാനുള്ള രാഷ്ട്രീയം.